ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടൗണിലൊക്കെ പോകുന്നുണ്ട്. പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ചധികം പർച്ചേസ് ഉണ്ട് കേട്ടോ. കാരണം നാളെ ജൂൺ 1 അപ്പോൾ എൻ്റെ സിസ്റ്ററും എല്ലാവരെയും പോലെ തന്നെ നാളെ സ്കൂളിൽ പോകുന്നുണ്ട്. അതായത് അവൾ 10th അപ്പോൾ കുറച്ചുകൂടി നമ്മൾ കെയർ കൊടുക്കേണ്ട സമയമാണല്ലോ. സോ ഇനിയിപ്പോൾ നാളെ സ്കൂളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അവധി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെയൊക്കെ നല്ല വെള്ളപ്പൊക്കമാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലക്കാർക്ക് ചിലപ്പോൾ അവധി കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്നാലും നമ്മൾ റിസ്ക് എടുക്കാതെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയുടെ അവിടെ വന്നു കേട്ടോ. ആ കാണുന്ന ഷെഡില്ലേ, അതായത് ആ മേൽക്കൂര ഉള്ളതാണ് ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇതാണ് ലിസിയോ പള്ളി. ലിസിയോ പള്ളിയിൽ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ പേര് നീന്തിയൊക്കെയാണ് ഇറങ്ങി വരുന്നത് പള്ളിയിൽ നിന്ന്. കാരണം പള്ളിയുടെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ വെള്ളമായിട്ടുണ്ട്. ഞാൻ കുറച്ച് നീന്തിയാലേ ഇനി ബോട്ട് ജെട്ടിയുടെ അവിടെ എത്തത്തുള്ളൂ കേട്ടോ. എത്രത്തോളം ആഴം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോകും തോറും ആഴം കൂടിക്കൂടി വരും. കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു. അപ്പോൾ ഈ വർഷം അതും കൂടെ കൂട്ടിയിട്ട് പെട്ടെന്ന് വെള്ളം പോയത്. എന്നെപ്പോലെ കുറേ പേര് ബോട്ട് കയറാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. കാരണം ബസ്സില്ല, ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിലോട്ട് ബസ് വരവങ്ങ് നിർത്തി. ബസ് മാത്രമല്ല, ബോട്ടുകളും പരിമിതമാണ്. അവിടെ ഒരു 10 മിനിറ്റ് പോസ്റ്റായ പെട്ടെന്ന് തന്നെ. പക്ഷെ ബോട്ട് വന്നു. സാധാരണ ഞാൻ കരുതി അരമണിക്കൂറെങ്കിലും ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ച്. പക്ഷെ അത്രയൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിന് നമുക്ക് ബോട്ട് കിട്ടി. കുറച്ച് നേരം പോസ്റ്റ് ആയെങ്കിലും നമ്മൾ അറ്റ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ബോട്ട് ജെട്ടി എത്തി കേട്ടോ. ബോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം പോയത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്തോട്ടോ. കാരണം എപ്പോഴാണ് ഇനി ബോട്ടുള്ളതെന്ന് അറിയണമല്ലോ. നമ്മൾ പണ്ടത്തെ പോലെ ഒരുപാട് ബോട്ടുകളില്ല. വെള്ളപ്പൊക്കം കാരണം കുറച്ച് ബോട്ടുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കൃത്യസമയങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയി അതൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോയി. സൺഡേ ആയതുകൊണ്ട് കുറേ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ട് ആദ്യം തന്നെ പുള്ളിക്കാരി ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. കുറേ ചെരുപ്പിൻ്റെ ക്രൈസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോയി. പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെയും അങ്ങനെ പല എല്ലാം ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി, വേണ്ടതും വേണ്ടാത്തതും അങ്ങനെ എന്തൊക്കെയോ വേണ്ടി കുറേ സംഭവങ്ങൾ. അതല്ലാണ്ട് ബുക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നപ്പോഴേ എനിക്ക് ഇതേപോലെ മിനി വേർഷനുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വാങ്ങിച്ചു വെച്ചാൽ ഞാൻ അതിൽ എഴുതത്തില്ല. പക്ഷേ എൻ്റെ സിസ്റ്ററെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ ഓരോന്ന് കുറിക്കുക, ജേണലൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യും. ഞാനാണെങ്കിൽ കൗതുകത്തിന് മേടിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കാര്യം തന്നെ മറന്നു, എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് അവിടെ തന്നെ ആയിരിക്കും കുറേ നാളത്തേക്ക്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ലച്ചുവാണെങ്കിൽ എല്ലാം ഈ സമയത്ത് തന്നെ എല്ലാം പൊതിഞ്ഞ് ഒക്കെ കാണണം എന്നുള്ളൊരു സമാധാനമേ ഉള്ളൂ. നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു കാര്യം നാളത്തേക്ക് മാറ്റിയൊരു പ്രശ്നമില്ല. ഭയങ്കര വെപ്രാളമാണ് ആള്. പിന്നെ ഈ വർഷം 10ലാണ്. അപ്പോൾ കുറച്ചുകൂടി കെയർ കൊടുത്തിട്ട് നല്ലോണം നോക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്നവരെ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഞങ്ങൾ ഫുഡൊക്കെ കുറിച്ച് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറേ സമയം മാറി കിട്ടി കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് റൗട്ട് പിടിച്ച് ബോട്ട് ജെട്ടി വരുമായിരുന്നു. കാരണം 4:45 ബോട്ട് കഴിഞ്ഞ് ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ബോട്ട് ജെട്ടി വന്ന് ബോട്ട് കയറി. അപ്പം നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഡു സബ്സ്ക്രൈബ്.